ഏത് ഗ്രൂപ്പ് സുന്നികളാണെങ്കിലും എല്ലാ സുന്നി സംഘടനകളോടും സ്നേഹബുദ്ധിയ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരസ്പരം കലഹിക്കേണ്ട കാലം കഴിഞ്ഞുപോയി, മതിൽ വെക്കേണ്ട കാലം കഴിഞ്ഞുപോയി. തിരിച്ചറിവിന്റെ നല്ല പ്രഭാതങ്ങൾ നമ്മുടെ മുന്നിൽ അതാ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈഗയോ മത്സരങ്ങളോ മാറ്റിവെച്ച് ആത്യന്തികമായി അള്ളാന്റെ കലിമത്തിന്റെ ഔന്നിത്യത്തിന് വേണ്ടി, ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, അതേ ആദർശ വിരുദ്ധരോട് അടരാടാനുള്ള ആത്മകരുത്ത്, അതിനുള്ള മാനസികമായ തയ്യാറെടുപ്പ്, നമ്മൾ ദീനീ ദഅവയിൽ ചെലവഴിക്കുന്ന സാമ്പത്തികമായ സ്രോതസ്സുകളിൽ ഇന്നേറ്റവും കൂടുതൽ അനിവാര്യമായി നമുക്ക് ചെലവഴിക്കാനുള്ള സമയം, സമ്പത്ത് ഇത്തരം ക്യാൻസറുകളെ പ്രതിരോധിക്കാനാണ്. സുന്നികൾ തമ്മിലടിച്ച കാലുണ്ടായിട്ടുണ്ട്, മത്സരിച്ച കാലങ്ങൾ കടന്നുപോയിട്ടുണ്ട്. നമ്മുടെ മഹല്ലുകളിലേക്ക് വൈറസുകൾ കടന്നു വരികയാണ് മുസ്ലിമേ. ഇന്നലകളിലെ നമ്മുടെ പൂർവികർ അരപ്പട്ടിണിയും മുഴുപട്ടിണിയും കടന്നിട്ട് കടം വാങ്ങിയിട്ട് ഇതുപോലെയുള്ള ബോധവൽക്കരണം നടത്തിയവരാണ്. വാഹനങ്ങളില്ലാതെ, സ്വീകരിക്കാൻ ആളുകളില്ലാതെ മഹാനായ ഇ.കെ.എസ്. മുസ്ലിയാർ കൊടുങ്ങല്ലൂരിലെ പരിസരത്ത് സ്വഹാബത്ത് വന്നിറങ്ങിയ മണ്ണാണ്. അറബിയിൽ ഖുതുബ ആദ്യമായി പ്രാക്ടിക്കലായി പഠിപ്പിച്ച മണ്ണാണ്. ആ കൊടുങ്ങല്ലൂരിന്റെ പരിസരങ്ങളിലെ ധാരാളം പള്ളികൾ വഹാബിവൽക്കരിക്കപ്പെടുകയാണ്. കാരണം അത് ജന്മിത്വത്തിന്റെ കാലമാണ്, രാഷ്ട്രീയ മാടമ്പിത്തരത്തിന്റെ കാലമാണ്. അതേ സാമുദായിക സവർണ മേലാളന്മാരുടെ സംഹാരങ്ങളിലൂടെ മത നേതൃത്വങ്ങളെല്ലാം അടക്കി ഭരിക്കപ്പെട്ട കാലമാണ്. നാട്ടിലെ ഒരു ജന്മി അപ്പള്ളിയിൽ ഇനി മലയാളത്തിലാണ് ഖുതുബ എന്ന് പറഞ്ഞാൽ, ഇനി സുബൈക്ക് കുനൂത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ, ഒരു കാലത്ത് അത് തന്നെ ദീനായി അടിച്ചേൽപ്പിക്കപ്പെട്ട കാലമുണ്ട്. അങ്ങനെയുള്ള നാട്ടുപ്രമാണിമാരായ ജന്മിമാരിലൂടെയാണ് ഇടവണ്ണ കൈമോശം വന്നുപോയത്, അങ്ങനെയാണ് ഒതായി നഷ്ടപ്പെട്ടു പോയത്, അങ്ങനെയാണ് പുളിക്കൽ നഷ്ടപ്പെട്ടു പോയത്, അങ്ങനെയാണ് വഹാബി സ്വാധീന മേഖലകളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെയുള്ളൊരു കാലത്ത് അതാ പരിസരത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളിൽ അറബിയിൽ സ്വഹാബികളെ ഫോളോ ചെയ്ത് ഖുതുബയാകുന്ന ആരാധന നിർവഹിച്ച പള്ളികളിൽ അതാ ഒട്ടുമിക്ക പള്ളികളും നാട്ടുജന്മിത്വത്തിന്റെ സ്വാധീനത്തിൽ മലയാളിവൽക്കരിക്കപ്പെടുമ്പോൾ ആ തൊട്ടടുത്തുള്ളൊരു പള്ളിയും ഇതുപോലെ മലയാളിവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ആ ശ്രമം നടന്നു, അതറിഞ്ഞുകൊണ്ട് അങ്ങനൊരു ശ്രമം നടക്കുന്ന വിവരം അറിയുമ്പോൾ അവിടെയുള്ള അന്ധനായ കണ്ണ് കാണാത്തൊരു മുസ്ലിം സഹോദരന്റെ മനസ്സ് പൊട്ടിപ്പോയി. അയാൾ ഇ.കെ.എസ്. മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിതനെ കേട്ടിട്ടുണ്ട്. കൃത്യമായ അഡ്രസ്സുകൾ അറിയില്ല, അറിയുന്നത് പോലെ അഡ്രസ്സുകൾ ഒപ്പിച്ച് ഒരാളെ കൊണ്ട് കത്തെഴുതിപ്പിക്കുകയാണ്. ആ വിഷയം അറിയിച്ചുകൊണ്ട് കത്തെഴുതുന്നു. അസം മുസ്ലിയാരുടെ കയ്യിൽ ആ കത്ത് കിട്ടുന്നു. ആ കത്തിന്റെ വിവരവും വെച്ചുകൊണ്ട് ആ സ്ഥലം തേടി ഹസ്സൻ മുസ്ലിയാർ ചെല്ലുകയാണ്. സംഘാടകനായി കൂടെ നിന്ന് പരിപാടി വെക്കുകയാണ്. അതാ പരിപാടിക്ക് വേണ്ടി ഹസ്സൻ മുസ്ലിയാർ സ്റ്റേജിൽ പ്രസംഗിക്കുകയാണ്. ഏത് സ്ഥലത്ത് അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോഴോ പ്രസംഗിച്ചു കഴിഞ്ഞ് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാൻ അവസരം കൊടുക്കുന്ന ഹസ്സൻ മുസ്ലിയാരുടെ മുമ്പിലെ നാളിതുവരെ തന്റെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാത്തൊരു നാട്ടില് ഏതോ ഒരു മുസ്ലിയാർ വന്ന് തന്റെ ചെറിയിൽ തോണ്ടുന്നു എന്ന ധിക്കാരത്തിന്റെ പേരിൽ പ്രമാണി വന്നിട്ട് ഹസ്സൻ മുസ്ലിയാരെ ചോദ്യം ചെയ്യാൻ ഒരാളെ ചട്ടം കെട്ടിക്കുകയാണ്. അയാള് ഹസ്സൻ മുസ്ലിയാരെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല. എന്നാൽ പിന്നെ പ്രമാണി തന്നെ പറയുന്നു, ഖുതുബ അറബിയിലല്ല മലയാളത്തിലാ ഓതേണ്ടത്. പ്രമാണി ഹസ്സൻ മുസ്ലിയാരോട് പറയാൻ, ഹസ്സൻ മുസ്ലിയാർ പറഞ്ഞു, അല്ല, സ്വഹാബികൾ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയിട്ടില്ല. പ്രമാണി പറഞ്ഞു, അറബിയല്ലാത്ത ഭാഷയിൽ സ്വഹാബികൾ അന്യനാട്ടിൽ ഖുതുബ ഓതിയിട്ടുണ്ട്. അപ്പൊ ഹസ്സൻ മുസ്ലിയാർ ചോദിച്ചു, എവിടെയാണ് അതുള്ളത്? അപ്പൊ ഹസ്സൻ മുസ്ലിയാർ പറഞ്ഞാൽ വളരെ ഒരു സ്വാത്വികനായ ഒരു പാരമ്പര്യ പണ്ഡിതനാണ്. ഇംഗ്ലീഷ് ഒന്നും അറിയാത്തൊരു വിവരമില്ലാത്ത മനുഷ്യനല്ലേ. ധിക്കാരിയായ മനുഷ്യൻ മുതലാളി ഹസ്സൻ മുസ്ലിയാരെ പൊട്ടീസാക്കി പറഞ്ഞു, അത് മൗലാന മുഹമ്മദ് അലിന്റെ ബുക്കിലുണ്ട്. പറഞ്ഞത് കളവാന്ന് ബോധ്യമുള്ള ഹസ്സൻ മുസ്ലിയാർ പറഞ്ഞു, എന്റെ മക്കളെക്കാൾ എനിക്ക് മൗലാന മുഹമ്മദ് അലി അറിയാം. ഏത് ബുക്കിലാണത് പറഞ്ഞത്? മഹാനായ ഹസ്സൻ മുസ്ലിയാർ ഏകാന്തവതികനായി കടന്നു ചെന്ന് ആ പരിപാടി സംഘടിപ്പിച്ച് ആ പള്ളിയുടെ മിമ്പറ സംരക്ഷിക്കുകയാണ്, ഖുതുബ സംരക്ഷിക്കുകയാണ്. എന്തൊക്കെ കഥകളാണ് നമ്മുടെ പൂർവികർക്ക് പറയാനുള്ളത്, എത്ര വിഷമങ്ങളാണ് ഈ അള്ളാന്റെ കലിമത്ത് പ്രബോധനം ചെയ്യാൻ. അതിനാ നമ്മൾ ഈ റിസ്ക് ഒക്കെ എടുത്തത്. സുന്നത്തിയമായ തുറക്ക പറയാനാ നമ്മൾ ഈ റിസ്ക് ഒക്കെ എടുത്തത്. അതിനുവേണ്ടിയാണ് ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചത്. അതുകൊണ്ട് സുന്നികൾ പരസ്പരം മത്സരിക്കേണ്ട കാലം കഴിഞ്ഞുപോയി. ഉമ്മത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ആദർശ പൊരുത്തമുള്ള മുഅ്മിനീങ്ങൾ തോള് ചേർന്ന് പിടിക്കേണ്ട കാലമാണ് ഉമ്മത്ത്. അള്ളാഹു ആദർശ പൊരുത്തമുള്ള മുഅ്മിനീങ്ങൾ ദീനിനെ ഇസ്സത്തായ രീതിയിൽ ഐക്യപ്പെടുത്തി തരട്ടെ.